നമ്മുടെ ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജ് കണ്ടില്ലേ. നമ്മൾ ക്ലീനസ്റ്റ് വില്ലേജിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ ഒരു ചർച്ചാണിത്. പിന്നെ കുറച്ച് ഹോം സ്റ്റേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെയുള്ള ആൾക്കാരുടെ വീടുകളും കാര്യങ്ങളൊക്കെ എന്ത് രസമല്ല കാണാൻ. ഈ വീടേക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല രസമുണ്ട് ഈ വീട് കാണാൻ. ഒക്കെ ഈ വില്ലേജിൻ്റെ ഉള്ളിലുള്ള വഴികളാണ് കേട്ടോ. വേറെ ലെവൽ വഴികളാണ്. വേണ്ടില്ലേ കോഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതായത് ഇവിടുത്തെ ഈ ചാലിലൊന്നും യാതൊരു ചളിയില്ല, ഒന്നുമില്ല. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കുകയാണെന്ന് വെച്ചാലും നല്ല ഭംഗിയുള്ള വീടുകളാണ്. അതായത് പെർഫെക്റ്റ് ക്ലീൻ ആയിട്ട് ഏഷ്യയിൽ തന്നെ ഫസ്റ്റ് ക്ലീനസ്റ്റ് വില്ലേജാണിത്. ഇവിടെ ഉള്ള കല്ലും കാര്യങ്ങളും ഇവിടെയുള്ള ആൾക്കാരുടെ വീടുകളാണ്. പിന്നെ ഇതുവരെയുള്ള നമ്മുടെ ക്ലീനസ്റ്റ് വില്ലേജിൻ്റെ ബൗണ്ടറി. അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ അവിടെ മരിച്ചോരെ സെമിത്തേരി തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് സെമിത്തേരിയാണ്. ഇതാണ് ലാസ്റ്റ് നമ്മുടെ ഈ വില്ലേജിൻ്റെ. ഇവിടെയാണ് എൻ്റെ ഇതിൻ്റെ വില്ലേജിൻ്റെ. ഇവിടുത്തെ മരങ്ങളൊക്കെ കണ്ടില്ലേ. നമ്മളിപ്പോൾ ബാക്ക് ടു നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർക്കിങ്ങിൻ്റെ അവിടേക്ക് ഇവിടെ കണ്ടില്ലേ ബബ്ലൂസൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇരിക്കുന്ന അവിടെയാണ്. ഇതൊക്കെ ഓരോ കടകളാണ്. ചിലപ്പോൾ സൺഡേ കാരണം തുറക്കാത്തതായിരിക്കാം. ഈ സ്റ്റൈലിൽ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടേജ്. നമ്മുടെ ബൈക്ക് ഇത് അടിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്സ്റ്റെയർസിലാണ് നമ്മുടെ റൂം കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് ഇവിടുത്തെ വില്ലേജുകൾ തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂം. നമുക്കൊരു ഹാളുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഫുൾ കബോർഡും കാര്യങ്ങളുണ്ട്. പിന്നെ എന്താണ് നമ്മുടെ ടോയ്ലറ്റ്. പിന്നെ ഇത് നമ്മുടെ ബെഡ്റൂം. നമുക്ക് ബെഡ്റൂമിൽ നിന്ന് നോക്കിയാൽ ബാൽക്കണിയിൽ നിന്ന് നോക്കിയുള്ള വ്യൂ ആണിത്. ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയുള്ള വ്യൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യണത്. അപ്പോൾ നാളെ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ദവക്കിയിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ എന്ന് അറിയില്ല, നോക്കണം. അപ്പോൾ നാളെ നമ്മൾ ഇവിടുന്ന് ദവക്കി പോകും. മോർണിംഗ് പോകണം. ഒരു 11 മണിക്ക് നമ്മൾ പോകാമെന്നുള്ള പ്ലാനാണ് ഞാനിപ്പോൾ ചെയ്തുള്ളത്. അപ്പോൾ എന്തായാലും നാളെ നമ്മൾ ഇവിടുന്ന് ദവക്കി പോയിട്ട് അവിടെ സ്റ്റേ ആണ്. അവിടെ ഏകദേശം 2 ദിവസം ഉണ്ടാവും. അപ്പോൾ അതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടുന്നൊക്കെ ചില മരം കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ. ഇതൊക്കെ അടയ്ക്കാമരമാണ് ഫുള്ള് കാര്യങ്ങൾ. അടയ്ക്കാമരത്തിൻ്റെ മരങ്ങളാണിത് ഫുള്ള് കാണാനുള്ളത്. അപ്പോൾ എന്തായാലും നൈസ് റൂമല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മാക്സിമം